ഡോക്ടർ CJ റോയ് എന്ന സുമുഖനും സമർത്ഥനുമായ വ്യവസായി കാലയവനികയ്ക്കുള്ളിലേക്ക് അന്തർധാനം ചെയ്തു. CJ റോയ് ഈ ലോകം വിട്ടു പോയെങ്കിലും ഒട്ടേറെ ഗുണപാഠങ്ങൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള സമൂഹത്തിൽ, പ്രത്യേകിച്ച് വ്യവസായ ലോകത്തിന് നൽകിക്കൊണ്ടാണ് റോയ് ഈ ലോകം വിട്ടു പോയത്. റോയിയുമായി, പ്രത്യേകിച്ച് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി നിറം പിടിപ്പിച്ച കഥകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ചിലത് സത്യമാകാം, ചിലത് അസത്യവുമാകാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, എന്നെ ആകർഷിച്ച ഒന്ന്, CJ റോയ്ക്ക് ഇരുളിനെ ഭയമായിരുന്നു എന്നാണ്. സത്യമാണോ അവാസ്തവമാണോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ബേക്കറി വ്യവസായത്തിൽ നിന്ന് തുടങ്ങി അവസാനം മൾട്ടി മില്യണറായി മാറി 57-ാമത്തെ വയസ്സിൽ പോയിന്റ് ബ്ലാങ്കിൽ ജീവിതം അവസാനിപ്പിച്ച ഡോക്ടർ CJ റോയ് എന്ന വ്യവസായിയുടെ ജീവിതത്തിനും മരണത്തിനും ചുറ്റും ഒട്ടേറെ ദുരൂഹതകൾ ഉണ്ട് എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ CJ റോയ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം അദ്ദേഹം അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന വ്യവസായിയെക്കുറിച്ച് ഓർമ്മിക്കണമായിരുന്നു. കൂടെ നിന്ന വിശ്വസ്തരായ ആളുകൾ ചതിച്ച് അവസാനം ജയിലിലായ അറ്റ്ലസ് രാമചന്ദ്രൻ. അറ്റ്ലസ് രാമചന്ദ്രനെ ഒരിക്കൽ കണ്ടിട്ടുള്ളവർ അദ്ദേഹത്തെ പിന്നീട് മറക്കില്ല. വളരെ സൗമ്യൻ, മാന്യൻ, അതിലെല്ലാം ഉപരി വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ. അദ്ദേഹം പിടിക്കപ്പെട്ടു, ജയിലിലായി. ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അറ്റ്ലസ് രാമചന്ദ്രൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നു ചെയ്തില്ല. മറിച്ച് അദ്ദേഹം ചെയ്തത് തൻ്റെ തകർന്നു പോയ വ്യവസായം പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അതിൽ മുഴുകി നിൽക്കുമ്പോഴാണ് മരണം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ അറ്റ്ലസ് രാമചന്ദ്രൻ മരിക്കുന്നതിന് മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ട വ്യവസായ ലോകം തിരിച്ചു പിടിക്കുവാനുള്ള കഠിനാധ്വാനത്തിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ CJ റോയ് ഓർമ്മിക്കേണ്ടത് ഒരുപക്ഷെ ജയിൽവാസമോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിനോ ഒക്കെ നമുക്ക് മനധൈര്യം കൊണ്ട്, ആത്മസംയമനം കൊണ്ട് നേരിടാൻ കഴിയും എന്ന് അദ്ദേഹം ചുറ്റുമുള്ള ചില നല്ല ഉദാഹരണങ്ങൾ നോക്കി വിലയിരുത്തണമായിരുന്നു. ഇവിടെ ഇരുളിനെ ഭയക്കുന്ന അല്ലെങ്കിൽ ഇരുളിനെ ഭയന്നിരുന്ന ഡോക്ടർ CJ റോയ് അവസാനം ഭയന്നിരുന്നത് EDA ആണെന്നാണ് പറയപ്പെടുന്നത്. പിടിക്കപ്പെടും എന്ന സാഹചര്യത്തിൻ്റെ വക്കിലെത്തിയപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതും എന്ന് പറയുന്നു, അല്ലെങ്കിൽ മരണം വരിച്ചത് എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ലോക്കറുകൾ സീൽ ചെയ്തു, അദ്ദേഹത്തിൻ്റെ സേഫുകൾ സീൽ ചെയ്തു. ഇതെല്ലാം ഗവൺമെൻറ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സീൽ ചെയ്തു. അവരാവശ്യപ്പെട്ട രേഖകൾ പലതും കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നു, അല്ലെങ്കിൽ കയ്യിലുള്ള രേഖകൾ കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഗൗരവതരമായ രേഖകളായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നത്. ഇപ്പോഴെല്ലാവരും സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് പഴിക്കുന്നത്. പക്ഷെ നമ്മളൊരു വസ്തുത മറക്കുന്നു. മാരുതി 800-ൽ തുടങ്ങി അവസാനം 12 റോൾസ് റോയ്സ് കാർ, ലംബോർഗിനി, ബുഗാട്ടി, കാഡിലാക്ക്, ഹമ്മർ, അങ്ങനെ നിരവധി കാറുകൾ സ്വന്തമായ ഒരു വ്യവസായി വളരെ പെട്ടെന്ന് വ്യവസായ ലോകത്ത് വലിയൊരു ഷൂട്ടിംഗ് സ്റ്റാറായിട്ട് ഉയർന്നു വരികയാണ്. അദ്ദേഹം ചെയ്തതാകട്ടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത മറ്റൊരുപാട് പേര് നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ കഥയിലേക്ക് പിന്നീട് വരാം. എന്തായാലും ശരി, ഇത്ര വേഗം അദ്ദേഹം ഉയർന്നു പോയി. സ്വാഭാവികമായിട്ടൊരു വ്യവസായി വളരെ വേഗം വ്യവസായ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇൻകം ടാക്സ് ഏജൻസികൾ അവരെ പിന്തുടരുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായൊരു കാര്യമാണ്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 50 കോടി രൂപ വരെയുള്ള ട്രാൻസാക്ഷൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പെട്ടെന്ന് ശ്രദ്ധിച്ചു വരണം എന്നില്ല വ്യവസായികളുടേത്. പക്ഷെ പെട്ടെന്ന് വലിയൊരു തുകയിലേക്ക് ഈ ക്യാഷ് ട്രാൻസാക്ഷൻ നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ നിരീക്ഷിക്കാനായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കും. കൃത്യമായ നിരീക്ഷണത്തിൽ എവിടെയെങ്കിലും പാളിച്ചകൾ കണ്ടാൽ, അതിന് സാധ്യതകൾ കണ്ടെത്തിയാൽ സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ഇതൊക്കെ തികച്ചും സ്വാഭാവികമായ നടപടികൾ മാത്രമാണ്. എത്രയോ വ്യവസായികളെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദ്യം ചെയ്തിരിക്കുന്നു. ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നോട്ടീസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരാൾ കുറ്റവാളിയാകണമെന്നില്ല.
അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെക്കുറിച്ച്, അദ്ദേഹം സമർപ്പിച്ച രേഖകളെക്കുറിച്ച് വസ്തുനിഷ്ഠവും സത്യസന്ധവുമായ കണക്കുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അത് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ, ഒരു ഇൻകം ടാക്സുകാരനെയും ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിനെയും അദ്ദേഹം ഭയക്കേണ്ട കാര്യമില്ല. മാന്യമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ബിസിനസ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട്. അതല്ല, ബോധപൂർവം ആരെങ്കിലും അദ്ദേഹത്തിനെ വേട്ടയാടുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉന്നതമായ രാഷ്ട്രീയമായ ബന്ധങ്ങളുണ്ട്. സമൂഹത്തിലെ ഉന്നതന്മാരായ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അനാവശ്യമായിട്ട് വേട്ടയാടുകയായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ നിസ്സാരമായി ഡോക്ടർ സി ജെ റോയിക്ക് കഴിയുമായിരുന്നു. അതിന് അദ്ദേഹം എന്തുകൊണ്ട് തുനിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രസക്തമായ ചോദ്യമാണ്. പിന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം സ്ലൊവാക്യ എന്ന രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറലായിരുന്നു, ഇന്ത്യയിലെ കോൺസുലേറ്റ് ജനറലായിരുന്നു. $2,00,000 കൊടുത്താണ് അദ്ദേഹം കോൺസുലേറ്റ് ജനറൽ പദവി വാങ്ങിയത് എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, കോൺസുലേറ്റ് ജനറൽ പദവി അത് നൽകുന്നതല്ല, മറിച്ച് പണം കൊടുത്ത് വാങ്ങുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത മാത്രമാണ്. ഈ കോൺസുലേറ്റർ ജനറൽ പദവി കിട്ടിയാൽ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒന്ന്, അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കിട്ടും. നിരന്തരം വിമാനത്തിലെ വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. അതിലെല്ലാം വളരെ വലിയൊരു കാര്യമാണ് ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇളവ് വിമാനത്താവളത്തിൽ കിട്ടും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗ്രീൻ ചാനലിലൂടെ കടന്നു പോകാൻ ഉള്ള പെർമിഷനാണ്. ഇതൊക്കെ കോൺസുലേറ്റ് ജനറൽ എന്ന പദവി ഉപയോഗിച്ച് അദ്ദേഹം ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? അതാണ് ഇവിടെ പ്രസക്തമായൊരു ചോദ്യം. $2,00,000 കൊടുത്ത് ഈ കോൺസുലേറ്റർ ജനറൽ പദവി വാങ്ങിച്ച അദ്ദേഹം അത് മുതലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡർട്ടി ബിസിനസ്സിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടോ എന്നത് അന്വേഷണത്തിൻ്റെ അന്ത്യത്തിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അദ്ദേഹം മരിച്ച സാഹചര്യത്തിൽ യഥാർത്ഥ വിവരം പുറത്തു വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് പറയാനും കഴിയില്ല. 1998 അദ്ദേഹത്തിന് PhD ലഭിച്ചത്, അതും പാരീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. അദ്ദേഹത്തിന് ഗവേഷണത്തിനാണോ PhD ലഭിച്ചത്? ഗവേഷണത്തിന് അദ്ദേഹത്തിന് PhD ലഭിച്ചെങ്കിൽ ഏത് വിഷയത്തിലാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഏത് വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത്? അതല്ലെങ്കിൽ ഓണററി ഡോക്ടറേറ്റ് ആണോ അദ്ദേഹത്തിന് കിട്ടിയത്? അതൊക്കെ ദുരൂഹമായി നിൽക്കുകയാണ്. അതൊന്നും കൃത്യമായി അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് ചില കഥകൾ, അത് യാഥാർത്ഥ്യമാണോ കഥയാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു ഹോട്ടലിൽ താമസിക്കാൻ ചെന്നാൽ ആ ഫ്ലോറിലെ മുഴുവൻ മുറികളും അദ്ദേഹം ബുക്ക് ചെയ്യും അത്രേ. തന്നോടൊപ്പം ബോഡി ഗാർഡന്മാരുടെ ഒരു നിരയുമായിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ഇതൊക്കെ സത്യമാണോ അസത്യമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഡോക്ടർ സി ജെ റോയിയുടെ ജീവിതത്തിൽ ഉടനീളം ചില ദുരൂഹതകൾ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അന്വേഷണ ഏജൻസി ഒരു നോട്ടീസ് കൊടുത്തതുകൊണ്ടോ, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തുകൊണ്ടോ മാത്രം അദ്ദേഹം വളരെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യത്തക്ക വിധത്തിൽ ഒരു ലോലഹൃദയനായ വ്യവസായി ആയിരുന്നില്ല ഡോക്ടർ സി ജെ റോയ്. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയൊരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഒരാൾക്ക് കഴിയുമായിരുന്നില്ല. നല്ല നിശ്ചയദാർഢ്യവും നല്ല ധൈര്യവും നല്ല ലക്ഷ്യബോധവുമുള്ള ഒരു വ്യവസായി തന്നെയായിരുന്നു ഡോക്ടർ സി ജെ റോയ്. അദ്ദേഹം മരണം തിരഞ്ഞെടുത്തതിന് തീർച്ചയായിട്ടും അതിൻ്റേതായ കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ മറ്റു ചില വ്യവസായികൾ കേരളത്തിലുണ്ട്, ഒരന്വേഷണത്തെയും ഭയക്കാത്ത വ്യവസായികൾ കേരളത്തിലുണ്ട്. അവരിൽ പ്രമുഖൻ കിറ്റക്സ് സാബുവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ കിറ്റക്സ് ബിസിനസ് ശൃംഖല അദ്ദേഹം ഇവിടെ വികസിപ്പിക്കുക മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ചെയ്ത ആളാണ്. 2020 എന്ന ഒരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ നിരന്തരമായി അദ്ദേഹത്തെ എതിർത്തു. UDFനെയും LDFനെയും എതിർത്തുകൊണ്ട് തന്നെ അദ്ദേഹം കിഴക്കമ്പലത്തിനും അതിന് ചുറ്റുമുള്ള ചില പഞ്ചായത്തുകളിലും 2020യെ അധികാരത്തിലെത്തിച്ചു. ഇതിലെ ഉപരിയായിട്ട് ശക്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായി വെല്ലുവിളിക്കുവാനുള്ള ധൈര്യവും സാബു കാണിച്ചു. അത് പറയുമ്പോൾ നമ്മളൊരു കാര്യം മറക്കരുത്, അദ്ദേഹം വെല്ലുവിളിച്ചത് മുഖ്യമന്ത്രിയെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ ഗവൺമെൻറ്. ധനവകുപ്പിനെ കൊണ്ട് അന്വേഷണം നടത്താൻ പറ്റും, പോലീസ് വിജിലൻസിനെ കൊണ്ട് അന്വേഷണം നടത്താൻ പറ്റും, GST വകുപ്പിനെ കൊണ്ട് അന്വേഷണം നടത്താൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് വിചാരിച്ചാൽ ഒരു വ്യവസായിയെ വേട്ടയാടണം എന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അതിന് കഴിയും. പക്ഷേ സത്യസന്ധനായ ഒരു വ്യവസായിയെ വേട്ടയാടുക ഒരു ഗവൺമെൻറ്റിനും അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇവിടെ വ്യക്തമായ നീതിന്യായ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥ പ്രമുഖനോ ഒരാളുടെ വിരോധം തോന്നിയാൽ സത്യസന്ധനായ ഒരു വ്യവസായിയെ വേട്ടയാടുക അത്ര എളുപ്പമല്ല എന്ന് തെളിയിക്കുന്ന ജീവിതമാണ് സാബുവിൻ്റേത്. സാബു ധീരമായിട്ടാണ് നിലപാട് സ്വീകരിച്ചു നിന്നത്. എന്ത് അന്വേഷണവും നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ഏത് രേഖയും നിങ്ങൾക്ക് ആവശ്യപ്പെടാം എന്ന് പറഞ്ഞു. ഒരു ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ച് കാര്യങ്ങൾ വെല്ലുവിളിച്ച് മുന്നോട്ട് നീങ്ങിയ സാബുവിന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വസ്തുതകൾ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രേഖകളും വളരെ സുതാര്യമാണ്. അപ്പോൾ സുതാര്യമായ രേഖകൾ തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഏത് ഏജൻസി ഏത് രേഖയും ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ തൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് കിറ്റക് സാബുവിന് അത്തരം ധീരമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത്. മറ്റൊരാൾ വി ഗാർഡിൻ്റെ ഉടമസ്ഥൻ കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളിയാണ്. അദ്ദേഹം വെല്ലുവിളിച്ചത് CITUവിനെയാണ്. ലോഡ് ഇറക്കാൻ വലിയ ഒരു കൂലി ചോദിച്ച ലോഡിംഗ് തൊഴിലാളികളെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹവും ഭാര്യയും കൂടെ ലോറിയിൽ വന്ന ലോഡ് അവരുടെ കോമ്പൗണ്ടിൽ അവർ തന്നെ ഇറക്കി വെക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇവരാരും അങ്ങനെ ഗവൺമെൻറ്റിനെ മണിയടിച്ചോ ഗവൺമെൻറ് പ്രീതി സമ്പാദിക്കാൻ ശ്രമിച്ചോ ഒന്നും നിലനിന്ന ആളുകളല്ല. മറിച്ച് സത്യസന്ധമായി ബിസിനസ് നടത്തി, നട്ടെല്ല് നിവർത്തി, ധീരമായി നിന്ന് ബിസിനസ് നടത്തിയ ആളുകളാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വളരെ പ്രഗത്ഭനാണ് ശോഭ സിറ്റിയുടെ PNC മേനോൻ. അദ്ദേഹം ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കാർക്കും ഇല്ലാത്തൊരു ഭയം എന്തിന് ഡോക്ടർ CJ റോയിക്കുണ്ടായി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനാണ് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടത്. എന്തായാലും ശരി, ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത് ബൈബിളിലെ പ്രശസ്തമായ ഒരു വാചകമാണ്. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം എന്ന് ബൈബിൾ ചോദിക്കുന്നുണ്ട്. ലോകം മുഴുവൻ നമുക്ക് നേടാം, പക്ഷേ സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ ആ നേട്ടം കൊണ്ടൊന്നും നമ്മൾ നേടാൻ പോകുന്നില്ല എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ് ഡോക്ടർ CJ റോയിയുടെ മരണം. ഇത് മറ്റ് വ്യവസായികൾക്കൊരു ഗുണപാഠമാണ്. തെറ്റുകൾ വരുത്തുന്നെങ്കിൽ അത് തിരുത്താൻ കഴിയാതെ പോകുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരെ ആത്മപരിശോധന ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് CJ റോയിയുടെ ആത്മഹത്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള മാർഗമായി സ്വീകരിക്കുന്ന ലക്ഷണമാണ് സമകാലിക കേരളത്തിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയ നോക്കിയാൽ ചില വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി ചില കരുനീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിന് പിന്നിൽ വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് മറ്റൊരവസരത്തിൽ പറയാം എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.